10,000 കമ്പനി അടങ്ങണ ഒരു വലിയ ഇവൻ്റാണ്. അതിൽ എൻ്റെ മോള് പങ്കെടുക്കുകയാണെങ്കിൽ അവളുടെ ഭാവി തന്നെ വളരെ സുരക്ഷിതമാവും. കാരണം അതിൽ ഏതെങ്കിലും ഒരു കമ്പനി എൻ്റെ മോൾക്ക് ജോലി കൊടുക്കും. അതോടൊപ്പം തന്നെ മാസ്റ്റേഴ്സ് അവൾക്ക് ആ കമ്പനി ഫ്രീ ആയിട്ട് കൊടുക്കും. അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. അവിടെ ചെറുപ്പത്തിലെ അസുഖങ്ങൾ വന്നു കഴിയുമ്പോൾ നമുക്കൊരു ഇത് നഷ്ടപ്പെടും. നമുക്ക് പ്രതീക്ഷകൾ എന്ത് ചെയ്യണം. എനിക്ക് ഒരു വീട് വെച്ച് ആരുടെ സഹായം ഇല്ലാണ്ട് ഇവരെയൊക്കെ നോക്കണം എന്നുള്ള ഇതിലാണ് ഇങ്ങനത്തെ ഒരു പഠിപ്പൊക്കെ ഞാൻ പഠിച്ചത്. കിട്ടിയെന്ന് പറഞ്ഞാൽ ആ സന്തോഷം കൊണ്ട് മോളുടെ ചികിത്സ പിന്നെ പോസിറ്റീവ് ആവണമായിരുന്നു. 2 മോക്കടെ വയറ്റിൽ 2 മുഴയാണ് വന്നത്. 1 മുഴ പൊട്ടി വയറ് മുഴുവൻ പഴുപ്പായെങ്കിലും 1 മുഴ വേറെ ഉണ്ടായിരുന്നു. ഈ മോൾക്ക് നാം കഴിക്കുന്ന പോലെയുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല. ലിക്വിഡ് ഫോമിലുള്ള ഭക്ഷണങ്ങളെ കഴിക്കാൻ പറ്റുള്ളൂ. കൂടാതെ കെമിക്കലുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല. നന്നായിട്ട് പഠിക്കുന്ന ഒരു മോളാണ്. അതുകൊണ്ടാണ് സൗത്ത് കൊറിയയിലേക്കുള്ള ഒരു ഈവൻറ്റിന് ഈ മോളെ ക്ഷണിച്ചിട്ടുള്ളത്. നമ്മളെല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് നിന്നാൽ ഈ മോൾക്ക് സൗത്ത് കൊറിയയിൽ പോകാൻ പറ്റും. ക്യാൻസറിനുള്ള ചികിത്സയും ചെയ്യാൻ പറ്റും. എല്ലാവരും ഒന്ന് സഹായിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു കുഞ്ഞ് സഹായത്തിനാണ് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വൈപ്പിലാണ്. വൈപ്പിന് ഓച്ചന്തരത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ മേരി സോന എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ അടുത്ത് വന്നതാണ്. വളരെയധികം കഴിവുള്ള കുട്ടിയാണ്. പഠിക്കാനായിട്ട് വളരെയധികം കഴിവുള്ള കുട്ടി. പക്ഷെ ആ കുട്ടിക്ക് നമ്മളുടെ ഒരു സഹായം ആവശ്യമുള്ള ഒരു അടിയന്തര ഘട്ടത്തിലാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ആ കുട്ടിയെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ട് നമുക്ക് ഈ കുട്ടിക്ക് വേണ്ടി ഒരു കൈത്താങ്ങാകാം. ഇതാണ് മേരി സോന എന്ന് പറഞ്ഞ കുട്ടി. മാസ്ക് ഇട്ടേക്കണത് മറ്റൊന്നുമല്ല, ഈ കുട്ടിയുടെ അസുഖമായിട്ട് ബന്ധപ്പെട്ടാണ്. മാസ്ക് മാറ്റാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലാണ്. അതുകൊണ്ടാണ് മാസ്ക് മാറ്റാത്തത്. എൻ്റെ പേര് മേരി സോന ആൻ്റണി. ഞാൻ ഇവിടെ ഓച്ചന്തരത്താണ് താമസിക്കണം. ഇപ്പം ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. പഞ്ചാബിലാണ് പഠിക്കുന്നത്. പിന്നെ എനിക്ക് ഗ്യാസ്ട്രിക് ക്യാൻസർ സ്റ്റേജ് 1 ഇപ്പം ഒരു 12-13 കീമോളം കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഇങ്ങനെ ഇത് അങ്കിളിൻ്റെ അടുത്ത് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, സൗത്ത് കൊറിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്കൊരു ഇവൻ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു ഏഷ്യൻ വേൾഡ് യുണൈറ്റഡ് നേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏഷ്യയിലുള്ള ഒരുപാട് കൺട്രീസിൽ നിന്ന് ഒരുപാട് പേര് വന്ന് പങ്കെടുക്കുന്ന ഒരു ഇതാണ്. അപ്പം ആ ഒരു ഇവൻറ്റിന് പോകാനായിട്ടാണ്, അതിനുള്ള സഹായങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കൂടാതെ എൻ്റെ മരുന്നും ഇപ്പോൾ മുടങ്ങിയിരിക്കണതാണ്. എല്ലാവരുടെയും സഹായം കൊണ്ടിട്ടാണ് ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന അടുത്തുള്ളവരുടെയൊക്കെ. പക്ഷെ ഇപ്പം അതും കുറഞ്ഞ് നമുക്ക് വീടൊന്നുമില്ല. അപ്പം ആ ഒരു ഇതിൽ എല്ലാവരുടെയും സഹായങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടിയാണ് അങ്കിളിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ വന്നത്. അപ്പം എല്ലാവരും സഹായിക്കണം. ഈ കമ്പ്യൂട്ടർ സയൻസ് ഇപ്പോൾ ഏത് വർഷമാണ്? എത്രാമത്തെ വർഷമാണ്? 4th ഇയർ എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷമായിരുന്നു എൻ്റെ ലാസ്റ്റ് ഇയർ. പക്ഷേ അസുഖം വന്നത് കൊണ്ടിട്ട് ഇപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യണതാണ്. കാരണം കഴിഞ്ഞ വർഷം ഇത് കണ്ടുപിടിച്ചതിന് ശേഷം കീമോ എല്ലാം ചെയ്ത് ഭയങ്കരമായിട്ട് വയ്യാണ്ടായി അവശതയായിട്ട് ക്ലാസ്സൊന്നും കണ്ടിന്യൂ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റിയില്ല. ഇപ്പോഴാണ് കുറച്ചും കൂടി മെച്ചപ്പെട്ടിട്ട് ഞാൻ ഓൺലൈനായിട്ട് ചെയ്തുകൊണ്ടിരിക്കണതാണ് ക്ലാസ്സൊക്കെ. അങ്ങനെ. അപ്പോൾ ഇപ്പോഴും പഞ്ചാബിൽ തന്നെയാണോ? പഞ്ചാബിൽ തന്നെ. കാരണം അവിടുത്തെ ഒരു ഹോസ്പിറ്റലാണ് ഞാൻ ചികിത്സ തേടുന്നത്. അതെ. അപ്പോൾ ഇതിനുള്ള പൈസയൊക്കെ കുറച്ചൊക്കെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പിന്നെ ടീച്ചേഴ്സും അവിടെയുള്ള കുട്ടികളും പിന്നെ ഒരുപാട് പേര് സഹായിക്കും. എല്ലാവരുടെയും സഹായം കൊണ്ട് തന്നെയാണ്. കാരണം അച്ഛൻ കൽപ്പണിക്കാരനാണ്. കുറച്ച് അസുഖങ്ങളൊക്കെ കൊണ്ടിട്ട് തന്നെ അങ്ങനെ ഭാരപ്പെട്ട പണിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ആക്സിഡൻ്റൊക്കെ കഴിഞ്ഞ ഒരു മനുഷ്യനാണ്. പിന്നെ അമ്മയാണെങ്കിൽ ഇങ്ങനെ ബ്യൂട്ടീഷ്യൻ വീടുകളിലൊക്കെ പോയി ചെയ്യുന്നതും അങ്ങനത്തെ തുച്ഛ വരുമാനം കൊണ്ടിട്ടാണ് ഞങ്ങൾ ജീവിച്ചു പോണത്. പിന്നെ ഒരനിയനുണ്ട്. എനിക്കിങ്ങനെ വയ്യായികം കൊണ്ടിട്ട് അവൻ +2 കഴിഞ്ഞിട്ടും പഠിക്കാൻ പറ്റാണ്ട്, കാരണം എൻ്റെ ചികിത്സക്കുള്ള പൈസക്ക് തന്നെയായിട്ട് ഇങ്ങനെ അന്വേഷിച്ച് നടന്ന് അവനെ പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഒരു കോളേജിലും ആക്കാനൊന്നും പറ്റിയിട്ടില്ല. എൻ്റെ ചികിത്സയാണെങ്കിൽ കഴിഞ്ഞിട്ടുമില്ല. ഇപ്പോൾ കീമോ ഒക്കെ ചെയ്ത് ഇപ്പോൾ ഒരു സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മളെ ഇങ്ങോട്ടേക്ക് വിട്ടത് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമോ. പിന്നെ ഞാൻ അമ്മേനെ കണ്ടിട്ട് തന്നെ 1.5 വർഷത്തോളമായി. അപ്പോൾ അമ്മേനെയൊക്കെ ഒന്ന് കാണാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ ഈ ഇവൻ്റ് എനിക്ക് സത്യം പറഞ്ഞാൽ നമുക്കറിയാം, ഇത്ര ചെറുപ്പത്തിലെ അസുഖങ്ങൾ വന്നു കഴിയുമ്പോൾ നമുക്കൊരു ഇത് നഷ്ടപ്പെടും. നമുക്ക് പ്രതീക്ഷകൾ എന്ത് ചെയ്യണം. എനിക്ക് ഒരു വീട് വെച്ച് ആരുടെ സഹായം ഇല്ലാണ്ട് ഇവരെയൊക്കെ നോക്കണം എന്നുള്ള ഇതിലാണ് ഇങ്ങനത്തെ ഒരു പഠിപ്പൊക്കെ ഞാൻ പഠിച്ചത്. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടി പോയത് തന്നെ. പക്ഷേ
ഇങ്ങനെ അസുഖം വന്നപ്പോൾ ആ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു. പക്ഷെ ഇങ്ങനത്തെ ഒരു ഇവന്റ് വന്നപ്പം ഇല്ല, എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കും, അസുഖം വന്നാലും ആ അതൊക്കെ ഇത് വെച്ചിട്ട് ഇതായിരുന്നു എൻ്റെ പ്രതീക്ഷ. ഇങ്ങനത്തെ ഒരു ഇത് കിട്ടിയപ്പോൾ അതിന് പോവാൻ സാധിച്ചാൽ അതൊരു ഭയങ്കര അച്ചീവ്മെന്റ് ആയിട്ടാണ് ഞാൻ കരുതണത്. നമുക്ക് പെയിനൊക്കെ ഉണ്ടാവൂലേ? ആ, ഭയങ്കരമായിട്ട്. കാരണം ഒന്നാമത്തെ കാര്യം കീമോ ഒക്കെ ചെയ്തു തുടങ്ങിയ സമയത്ത് അച്ഛനും അമ്മയൊന്നും കൂടിയില്ലായിരുന്നു. ഒറ്റക്ക് എല്ലാം എങ്ങനെ സഹിച്ചെന്നറിയില്ല, ദൈവത്തിൻ്റെ അനുഗ്രഹവും എല്ലാം ഉണ്ട്. അങ്ങനെ വേദനകളൊക്കെ സഹിച്ചുകൊണ്ട് തന്നെ ഇപ്പോഴും ഉണ്ട്. മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റില്ല, നല്ല ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല. അങ്ങനെ അത് ശരി. അപ്പൊ മോക്ക് ഭക്ഷണമൊക്കെ സാധാരണ മനുഷ്യന് കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ പറ്റുമോ? ഇല്ല, നമുക്ക് കുറേ കാരണം ഗ്യാസ്ട്രിക് ക്യാൻസർ ആയതുകൊണ്ടിട്ട് ഗ്യാസ് ഇതാക്കണം, ഫോം ചെയ്യണം, നമുക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഇതുണ്ട്. പിന്നെ എണ്ണ, അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഫുഡിൽ. അപ്പം നമ്മളിങ്ങനെ വെള്ളം പോലെ എന്തെങ്കിലും ആയിട്ടാണ് കഴിക്കുന്നത്, കഞ്ഞി, ഓട്സ് അങ്ങനെയൊക്കെ. അപ്പം അതും ഇപ്പം പതിയെ കഴിച്ച് തുടങ്ങണമുള്ളൂ. അപ്പം ഡെയിലി ഛർദിലും അങ്ങനെയൊക്കെ ആയിട്ട് വയ്യായികളാണ്. എൻ്റെ പേര് സോഫിയ മിനി എന്നാണ്. എൻ്റെ മകളാണ് മേരി സോന ആൻ്റണി. ഞങ്ങൾ ഫാമിലി ആയിട്ട് ഞങ്ങളുടെ സഹോദരങ്ങളുടെ കൂടെയാണ് വന്ന് നിൽക്കുന്നത്. ഞങ്ങൾക്ക് സ്വന്തമായി ഒരു വീടൊന്നും ഇല്ല. കാരണം ഞാൻ ഫീൽഡ് വർക്കാണ് ചെയ്യുന്നത്. ഹെൽത്ത് പ്രൊഡക്റ്റ് ചെറിയ ചെറിയ മാർക്കറ്റിങ് വീടുകളിൽ പോയി ചെയ്തു കൊടുക്കും. അതോടൊപ്പം ചെറിയ ബ്യൂട്ടീഷ്യൻ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഫേഷ്യൽ, ഹെന്ന, പെഡിക്യൂർ, മാനിക്യൂറൊക്കെ ആളുകൾ എൻ്റെ ഫ്രണ്ട്സ് വിളിക്കുമ്പോൾ അവരുടെ വീടുകളിൽ പോയി ഞാൻ ചെയ്തു കൊടുത്തിട്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പൊ വീടുകളിൽ പോയി പ്രോഡക്റ്റ് വിൽക്കുന്ന പരിപാടിയുണ്ട്, ഈ ബ്യൂട്ടീഷ്യന്റെ പരിപാടി ഉണ്ടല്ലേ? അതെ അതെ, അത് എപ്പോഴും ഉണ്ടാവില്ല. എപ്പോഴും ഉണ്ടാവില്ല. കാരണം എനിക്കിത് പലപ്പോഴും റോൾ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഇടയ്ക്ക് സ്റ്റോപ്പായി പോവും. സഹോദരന്മാരുടെ കാരുണ്യം കൊണ്ട് അവരുടെ അടുത്ത് വന്ന് നിൽക്കുന്നത്. മോൾക്ക് ഗ്യാസ്ട്രിക് ക്യാൻസർ ആണ് വന്നേക്കണത്. അവള് പഠിക്കാൻ പോയ കുട്ടിയാണ്. അവിടെ വെച്ചാണ് ഇത് അറിഞ്ഞത്. അവള് അവിടെ ചെന്നതിന് ശേഷം 7ാം നിലയിൽ ഒന്ന് വീണ്. അപ്പം അതിൻ്റെ ചികിത്സയോട് ബന്ധിച്ചാണ് ഇവക്ക് ഈ ഒരു സംഭവമാണ് വന്നതെന്ന് ഞങ്ങൾ അറിയണം. ഡോക്ടർമാർ പറഞ്ഞേക്കണത് നമ്മൾ കറക്റ്റായിട്ടുള്ള ചികിത്സ കൊടുക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കീമൊക്കെ ചെയ്തു. പക്ഷേ ലിവറിലേക്ക് ചില ക്യാൻസറിൻ്റെ ടോക്സിൻസ് ഒക്കെ വന്നതുകൊണ്ട് കീമോ പയ്യൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ വീണ്ടും കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കണം. ഇപ്പം എൻ്റെ മകൾ എൻ്റെ അടുത്തുണ്ട് 2 ആഴ്ചയായിട്ട്. 15 ലക്ഷം രൂപയോളം പഠിക്കാൻ ഞാൻ കടം വാങ്ങിയിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നും ബാങ്കുകളിൽ നിന്നൊക്കെ. ഈ ബ്യൂട്ടീഷ്യൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ലോൺ എടുത്തിട്ടുണ്ടേക്കണം എൻ്റെ മോളുടെ സെമസ്റ്ററും ഈ ഹോസ്റ്റൽ ഫീസൊക്കെ അടക്കാൻ വേണ്ടി. അതിന് ശേഷമാണ് ഞാൻ അറിയണത് എൻ്റെ മോൾക്ക് ഇങ്ങനെ രോഗമാണെന്ന്. പിന്നെയും ഞാൻ ഒത്തിരി ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ചെന്ന് കൈയും കാലും പിടിച്ച് കടം വാങ്ങി തന്നെയാണ് ഇവിടം വരെ എത്തിയേക്കണത്. പിന്നെ കുറച്ച് പേര് എന്നെ സഹായിച്ചിട്ടുണ്ട് എൻ്റെ ഇടവകയിലും, അതേപോലെ തന്നെ ഞാൻ ജനിച്ചു വളർന്ന ഇടവകയിലും ഒത്തിരി ആളുകൾ എനിക്ക് ഒരു നിവർത്തിയില്ലാണ്ട് വന്നപ്പോൾ അവർ സഹായിച്ചു. ഇപ്പോഴാണ് ഇച്ചിരി നോർമലായേക്കണം എൻ്റെ മോള് നന്നായിട്ട് പഠിക്കണ കുട്ടിയാണ്. അവള് പ്രൊജക്റ്റായിട്ട് അവക്കടെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അവള് ഒരു എല്ലാ ജോലിയും ചെയ്യുന്ന ഒരു റോബോട്ടിനെ അവള് ചെയ്തിട്ടുണ്ട്. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനത് വാശി പിടിച്ചപ്പോൾ എൻ്റെ മോൾ എൻ്റെ ഫോണിലേക്ക് അഴിച്ച സംഭവമാണ്. ഇതാണത്, ആ റോബോട്ട്. ഇത് ഫസ്റ്റ് പ്രൈസ് കിട്ടിയതാണ് എൻ്റെ മോൾക്ക് നമ്മളുടെ ഈ കേരളത്തിൽ. ഗൂഗിൾ ചാനൽ രാജഗിരിയും കൂടി നടത്തിയ എക്സിബിഷനിൽ ഫസ്റ്റ് പ്രൈസ്. ആ കോളേജിന് 10 പിള്ളേരുണ്ട്, ഇവരെ ഒരുമിച്ച് ചെയ്യണം. ഇവളാണ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ മുഴുവനും ചെയ്തേക്കണത് എൻ്റെ മോളാണ്. 10ാമത്തെ കീമോ കഴിഞ്ഞ ആ സമയത്ത് അതിൻ്റെ സൈഡ് എഫക്ട്സ് ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ അവളുടെ മിസ്സ് ഷിഫാൻ, അവക്കടെ മിസ്സ് വന്നിട്ട് പറഞ്ഞു, മോനെ ഒരു ഇവൻ്റ് ഉണ്ട്, എല്ലാ വർഷവും 8 പേരെ പങ്കെടുപ്പിക്കാറുണ്ട്, മോന് താല്പര്യമുണ്ടോയെന്ന് എൻ്റെ കുഞ്ഞിനോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് താല്പര്യമുണ്ട് മാം. കാരണം 10,000 കമ്പനി അടങ്ങണ ഒരു വലിയ ഇവൻ്റാണ്. അതിൽ എൻ്റെ മോള് പങ്കെടുക്കുകയാണെങ്കിൽ അവളുടെ ഭാവി തന്നെ വളരെ സുരക്ഷിതമാവും. കാരണം അതിൽ ഏതെങ്കിലും ഒരു കമ്പനി എൻ്റെ മോൾക്ക് ജോലി കൊടുക്കും. അതോടൊപ്പം തന്നെ മാസ്റ്റേഴ്സ് അവൾക്ക് ആ കമ്പനി ഫ്രീ ആയിട്ട് കൊടുക്കും. അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞ് എനിക്ക് പങ്കെടുക്കണമെന്ന് പറഞ്ഞ് അത് അഴിച്ചു. അവൾ ചെയ്ത റോബോട്ടിൻ്റെയൊക്കെ അഴിച്ചായിരുന്നു. അത് അവരൊരു ഇൻ്റർവ്യൂവിൽ അവളെ പങ്കെടുപ്പിച്ചു. അവൾ പാസ്സായി. ആ 7 പിള്ളേരും റിജക്റ്റ് ആയെങ്കിലും എൻ്റെ മോൾക്ക് സെലക്ട് ആയെന്ന് പറഞ്ഞ് മെയിൽ വന്നു. ആ മെയിലാണ് സൗത്ത് കൊറിയയിൽ ഇതിൽ പങ്കെടുക്കണമെന്ന് എൻ്റെ മോൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു
കിട്ടിയെന്ന് പറഞ്ഞാൽ ആ സന്തോഷം കൊണ്ട് മോളുടെ ചികിത്സ പിന്നെ പോസിറ്റീവ് ആവണമായിരുന്നു. രണ്ട് മോക്കടെ വയറ്റിൽ 2 മുഴയാണ് വന്നത്. ഒരു മുഴ പൊട്ടി വയറ് മുഴുവൻ പഴുപ്പായെങ്കിലും ഒരു മുഴ വേറെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കീമോ ഇങ്ങനെ കണ്ടിന്യൂ അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ക്യാൻസറിൽ നിന്ന് 2 ടോക്സിൻസ് ലിവറിലേക്ക് വന്നതുകൊണ്ട് ഭയങ്കര കെയറിങ്ങോടെ എൻ്റെ മോളെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഇവൻ്റ് കിട്ടിയതോടുകൂടി അവളുടെ മറ്റു അവയവങ്ങളിലേക്ക് സ്പ്ലിഡ് ചെയ്യൽ സ്റ്റോപ്പായി. അതോടൊപ്പം തന്നെ എക്സ്ട്രാ മുഴയുള്ളത് ചുരുങ്ങി വരാനും തുടങ്ങി. അത് പോസിറ്റീവ് ലക്ഷണമാണ്. കൊച്ചിന് ഇതൊരു പങ്കെടുക്കാൻ പറ്റി അവൾ ഭാവിയും സുരക്ഷിതാവും എൻ്റെ മോള് പൂർണ്ണ സൗഖ്യം പ്രാപിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അതിനാണ് എനിക്ക് എല്ലാവരുടെയും സഹായം ആവശ്യം. ഇപ്പം എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല. നോബിളേട്ടൻ ഞാനും കൂടിയാണ് ഇപ്പോൾ ഇവിടെ ഈ കൊച്ചിൻ്റെ അടുത്ത് വന്നിട്ടുള്ളത്. നോബിളേട്ടനൊരു ചെറിയൊരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നപ്പോഴാണ് ഞാൻ കൂടെ വന്നത്. ഈ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് സത്യത്തിൽ ഇത് നിങ്ങളോട് പറയണമെന്ന് തോന്നി. ഇത് നമ്മളെല്ലാവരും കൂടി വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമ്മളുടെ കൊച്ചിനെ സൗത്ത് കൊറിയയിലേക്ക് വിടാം. അവളുടെ ചികിത്സ നമുക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ അവളുടെ വിദ്യാഭ്യാസം നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ കരുണ കാണിക്കേണ്ടത്. നോബിളേട്ടനാണ് ഇതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞത്. എൻ്റെ വൈഫ് അവർ ചെറുപ്പം തൊട്ടേ അറിയുന്ന ഫാമിലിയാണ്. അപ്പോൾ ഞാനിപ്പോഴാണ് ഇങ്ങനെ ഒരു കുട്ടിക്ക് അവരുടെ ഈ ഫാമിലിയുടെ മോൾക്ക് സുഖമില്ല എന്നുള്ള കാര്യം ഞാനിപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട സഹായം എന്ത് ചെയ്യാൻ സാധിക്കും?